അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹി അമ്മാ ബഅദ്. സുമനസ്സുകളായ സദൃദരെ, പരിശുദ്ധ ഇസ്ലാമിന്റെ മുന്നേറ്റ പ്രയാണത്തിൽ മാറ്റി നിർത്താനാവാത്ത അധ്യായമാണ് ഉഹദ് യുദ്ധം. മദീനയുടെ സമീപ പ്രദേശമായ ഉഹദ് മല ഇസ്ലാമിക ചരിത്രത്തിൽ ഇടപെടുകയാണ്. 700ഓളം വരുന്ന മുസ്ലിം ന്യൂനപക്ഷം 3000ഓളം വരുന്ന ശത്രുപക്ഷത്തെ നേരിടുന്ന ഒരു വലിയ രംഗമാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അരികരം സുബൈറോട് നബിയേകി ഖാലിദ് ഇബ്നുൽ വലീദണ്ടോർ നിലാതൂക്കം നിലഫാരെ അത് പഠിച്ചെന്നിട്ടവരുടെ മുന്നിൽ തണി തന്നിൽ ഉരത്താനേ നരികൂഫിറുകളിൽ ചില തരവരെ പരികളെ നെറുമേരെ ചിലന്തോടകളെ നാനേ നിലവോട് യുദ്ധത്തലവിൽ നിരുത്തി തിരുമാണി നബിയാരേ. തന്ത്രജ്ഞാനി യോദ്ധാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം സൈന്യത്തെ അണിയൊപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. പരിശുദ്ധ ദീനിന്റെ ധർമ്മധ്വജം സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിൽ എത്തിച്ചു. മറുപക്ഷത്താവട്ടെ ഖാലിദ് ഇബ്നു വലീദ് സർവായുധ വിഭൂഷിതനായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഉഹദിലെ ജബൽ ഉർവാത്ത്, അവിടെ 50 സ്വഹാബികളെ മുത്തുനബി നിർത്തിയിട്ടുണ്ട്. അവരോട് മുത്തുനബിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഉരത്താർ നബി ത്വാഹ ഒനിമത്തിനായി ഒരു മീത്തമൈ കൂട്ട് നുമൈ കണ്ടാലും ഇവിടെ വിട്ട് ഒരുവാനിനക്കുന്ന നയത്തല്ലാതെ പോകുന്നിതാ നമ്മൾ കുലക്കപ്പെട്ട് പോകുന്നതേ ഉങ്ങൾ നഗർ തന്നാലും ഉരമീ ഭവനം വിട്ടിളകിടണ്ട ഉദകം നമുക്കുങ്ങൾ ചെയ്യുക വേണ്ട വെല്ലാനുറപ്പേറ്റ സഹാബാക്കളെ വെള്ളി വെറുത്തി ഇരുണ്ടാർ കോണിൽ. ഓ സ്വഹാബ, നിങ്ങൾ യുദ്ധക്കളത്തിൽ വരേണ്ടതില്ല. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങളൊരു സഹായവും ചെയ്യേണ്ടതില്ല. ഇനി യുദ്ധം വിജയിച്ച് ഞങ്ങൾ അവിടെ ഒനീമത്ത് ഒരുമിച്ച് കൂട്ടുകയാണോ എങ്കിലും നിങ്ങൾ വരേണ്ടതില്ല. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നു? പടയിട്ടാർ മുതലെടുക്കുന്നേ സുഗലകപ്പെട്ടെ തിരക്കള്ളവിനെ പതിലിട്ടോർ മുന്നേ മലക്കിട്ടെ എന്റെ മഹതുറ്റാക്കിയ സഹമുഖ അവിടെ പോയി ക്ഷണം ഒരിമത്തപ്പോഴൊരു അവരെ ശക്തമായ പോരാട്ടത്തിൽ ശത്രുക്കൾ കളം വിട്ടു. മുത്തുനബിയും സ്വഹാബരും ഒനീമുകൾ ശേഖരിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ചില ആളുകൾ മല വിട്ടിറങ്ങി. യുദ്ധം വിജയിച്ചില്ലേ, ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമെന്താ? പക്ഷേ സുബൈർ തങ്ങളും 10 സ്വഹാബത്തും അവിടെ നിന്ന് ഇറങ്ങിയില്ല. കാരണം മുത്തുനബി നമ്മോട് ഇറങ്ങാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ഈ രംഗം ഇഗ്രി മുത്തും ഖാലിദ് ഇബ്നു വലീദും കണ്ടു. മലമുകളിലേക്ക് രച്ചു കയറി ബാക്കിയുടെ സ്വഹാബത്തിനെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയാണോ? ഈ രംഗം ഇബ്ലീസ് ലഅനത്തുല്ലാഹി കണ്ട സമയത്ത് അപ്പോൾ ബന്ധാടുത്തതായി ഇബ്ലീസ് ദു അല്ലാഹ് ത്വാഹ അലമൽ വീലിക്ക് ചൊല്ലെ യാ ഇബാദല്ലാഹ് ജിഫ്ഫമാൽ വായി പുറത്ത് കൂടി നീരെല്ലാം ചാരെ തിത്ത് കാത്ത് നീണ്ട കൊള്ളവിൻ ഏണ്ടവർ വിളിച്ചു പറയുകയാണ്, ഓ ദൈവത്തിന്റെ അടിയാറുകളെ, എല്ലാവരും മലയുടെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കടന്നു വരൂ. ഓടിപ്പോയ കുഫാറിനെയാണ് അവർ വിളിച്ചു വരുത്തിയത്. ഈ സമയം അവിടുത്തെ അവസ്ഥകളൊക്കെ ആകെ മാറുകയാണ്. വീണ്ടും മറ്റൊരു യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ് വിടം. അവർ കുലപെട്ടിടെ അതിമതി മുറ്റിയ മഹിഷുജോരം കുഫർ ഖുറൈശികളിൽ അകൃതജികൾ തകളൊരു പദമുറ്റിയ 20 പേരാ പെടുമയിലപ്പോൾ കാളർ സോഫിൽ ഇടപെളി കെട്ടാൻ
മനുര സഹബൈ അറിവിനിലയ്ക്കണ ഇവിടമിൽ നിൽക്കുമനുമകളിലാരാ. നിലം കലർന്ന ഉഹദിന്റെ മണൽത്തരികൾ ചീറിപ്പായുകയാണ് ഹംസ റളിയല്ലാഹു അൻഹു. 31ഓളം ശത്രു ജീവനുകളെ അരിഞ്ഞു വീതി പ്രകമ്പനം കൊള്ളിക്കുമ്പോ അതാ കാടലുടെ സ്വപ്പിൽ നിന്നൊരു മല്ലൻ. അതെ, സിപാഹിയാണ്. ഞാൻ അബ്ദുൽ അസീയുടെ മോന. എന്നോട് കുഫുവത്ത ആരാടാ നിങ്ങളിലുള്ളത്? ഈ വെല്ലുവിളി ഹംസ റളിയല്ലാഹു അൻഹു കേൾക്കേണ്ട താമസം വെറുതെ വിടുമോ? ഇല്ല, ഒരിക്കലുമില്ല. കടുക് വിളിത്തെ ചോരന പമ്പൻ യബ്ന മുഖദ്ദിഅത്തുൽ ബുറുന്ദൻ കനകി അത്തുകൾ മദമിർമി തിരചൊരിയക വേണ്ട അടൽ പൊരുതിടുവാൻ കരുതി നിലന്തിടതനതിലടുത്തു ഭയനുമറിയണ്ട അറുകമ ചുറ്റി ചാടി ക്ഷണത്തിൽ നിറയടി മസ്തേഷിടുമപ്പോൾ അരസൻ മതിത്തിനെ ബൈസി കടുപ്പമേ ഒരു നിർബാനെ മഹപടബിലബിൻ അറിവിൽ നിലന്തിട കരുവിലറിഞ്ഞിട ചെറുകതിനാലേ. എടാ, നീ വലിയ ഭംഗീശമൊന്നും പറയണ്ട. നീ ആ ഒത്താശപ്പണിന്റെ മോനല്ലടാ. കുടുംബ മഹിമയും വലുപ്പത്തരമൊന്നും പറയാതെ പോരടിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വാടാ. ഇതും പറഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹു ഒരു ചുവടങ്ങ് വെച്ചു. സിപാഹിയെ രണഭൂമിയിൽ വെട്ടിപ്പിഴത്തി. ഉഹദ് ഭൂമി ഒരിക്കൽ കൂടി ചെഞ്ചായമണിയുകയാണ്. സിപാഹിയുടെ പടക്കുപ്പായം ഊരെടുക്കാൻ കുനിഞ്ഞ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ തക്കം പാർത്തിരിക്കുന്നുണ്ട്. യുദ്ധത്തിലൊന്നും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിനെ മാത്രം ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. ആരാണ് അയാൾ? തരം വേണ്ടിട്ടുരച്ചവൻ വീരുത്താനെ ജഫറുകൾ പാകുത്താനെ വശിയും ആടുത്താനെ സമയത്തെ പുലി ഹംസ ഇടൈന്തോരാം പടകൊണ്ട് തളർന്നോരാം വില നീലൈന്തോരാ പരിശിൽ കണ്ടവർ പിമ്പിൽ ആളുന്താനെ വിരിമയമേറിന്താനെ അവരുടെ പൂരന്താനെ പടപൈക കയ്യിൽ മെയ്യിൽ പായുന്താനെ അജബിൽ വീഴുന്താനെ ഭൂമിയിൽ വീഴുന്താനെ. തക്കം പാർത്തിരുന്ന വഹ്ശി ആളുകളെയൊക്കെ വകഞ്ഞു മാറ്റി ഹംസ റളിയല്ലാഹു അൻഹു അടുത്തെത്തിയിട്ടുണ്ട്. ഘോരമായി യുദ്ധം ചെയ്ത് തളർന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പുറത്തേക്ക് ക്രൂരത കൊണ്ട് മൂർച്ചപ്പെടുത്തി ആ ചാട്ടുളി ഉതിർത്ത് വിടുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പുറത്തുകൂടെ തുളച്ച് വയറിന്റെ ഭാഗത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ഇല്ല, വേദന സഹിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഖലാഹ് സംഭവിക്കുകയാണ്. ഉഹദ് മല പ്രകമ്പനം കൊണ്ടു ആ തിരുശരീരം പിടച്ച് പിടച്ച് ചുടുമണലിലേക്ക് വീഴുകയാണ്. ആ ധീര യോദ്ധാവ് ജീവന് വേണ്ടി അടരാടി താങ്ങാത്ത മരണവേദനയിൽ തന്റെ ശരീരം ചുടുമണലിൽ അമർത്തി പിടിച്ചിരിക്കുകയാണ്. മുസ്ലിം സൈന്യം ഒന്നടങ്കം കണ്ണീരിൽ കുതിർന്നു നിൽക്കുമ്പോൾ അതാ ഇന്ത് കയറി വരികയാണ്. പ്രിയരെ, ആ ഇന്ദും വഹ്ശിയുമൊക്കെ ആ തിരുബറക്കത്ത് കൊണ്ട് അവർ ഇസ്ലാം പുൽകിത്തന്നവരാണ്. അവരുടെ ഫളിൽ കൊണ്ട് നാഥൻ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.